ഹെയർ ഫോൾ ഉള്ളവർ അവരുടെ ഹെയർ കെയർ റുട്ടീനിൽ വരുത്തുന്ന 5 പ്രധാനപ്പെട്ട മിസ്റ്റേക്സ്. ഒന്നാമത്തേതാണ് റഫ് കോമ്പിങ്, അതായത് തലമുടി കഴുകിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചീപ്പ് ഉപയോഗിച്ച് തലമുടി കോരുന്നത്. ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ കൈകൊണ്ട് മുടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഏതാണ്ട് ഇതുപോലെ ഒരു വൈറ്റ് ടീത്ത് കോമ്പ് ഉപയോഗിച്ച് മാത്രം തല ആദ്യം കോതുക. ഏകദേശം 70 മുതൽ 80% തലമുടി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ നോർമൽ കോമ്പ് വെച്ചിട്ട് തലമുടി കോമ്പ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേതാണ് സ്ട്രെസ് അധികം നിയന്ത്രിക്കാണ്ടിരുന്നാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന്റെ മെയിൻ പ്രധാനപ്പെട്ട 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞതാണ്: അനജൻ, കാറ്റജൻ, ടീലജൻ. അത് ഗ്രോത്ത് ഫേസിൽ നിന്നും പെട്ടെന്ന് അതൊരു കൊഴിയുന്ന സ്റ്റേജിലേക്ക്, അതായത് ഹെയറിന്റെ ഷ്രെഡിങ് സ്റ്റേജിലേക്ക് എത്തും, ടീലോജൻ സ്റ്റേജിലേക്ക് എത്തുകയും ഹെയർ പെട്ടെന്ന് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഹെയർ കെയർ കൊണ്ട് ഒരിക്കലും നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽസ്, അതായത് തലമുടി വലിച്ചു പിടിച്ച് പുറകിലേക്ക് കെട്ടുന്നത് കാരണം, അതായത് പോണിറ്റെയിൽ പോലുള്ള ഹെയർ സ്റ്റൈൽ കെട്ടുന്നത് സ്ഥിരമായി കെട്ടുന്നവരിൽ ഈ ഭാഗത്ത് ഏതാണ്ട് മുടി ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കാണാം. ഇതിനാണ് നമ്മൾ ട്രാക്ഷണൽ അലോപേഷ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ മുടി നമ്മൾ വലിച്ചു പിടിച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടുമ്പോഴേക്കും നമ്മുടെ സ്കാൽപ്പിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെയും ടെൻഷൻ കൂടുകയും മുടി പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ട്. നാലാമത്തേതാണ് ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. മിക്കവാറും ഹെയർ ഫോൾ ഉള്ള എല്ലാവരും കണ്ണിൽ കണ്ട ഓയിൽസും അതുപോലെ തന്നെ ഹെയർ മാസ്കും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഓൾറെഡി തന്നെ നമ്മുടെ ഹെയർ ഫോൾ ഉള്ളവരിൽ അത് ഹെയർ ഫോളിക്കിൾസും ഹെയർ സ്കാൽപ്പും ഒക്കെ വീക്ക് ആയിരിക്കും. നമ്മൾ ഇതുപോലെ ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെയർ ഫോൾ ഒരിക്കലും കുറയുകയല്ല, അത് മറിച്ചത് മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഹെയർ ഫോൾ ഉള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം അവരുടെ ഡയറ്റ് ചിട്ടപ്പെടുത്താൻ. ഡയറ്റിൽ പ്രോട്ടീൻ, അയൺ, സിങ്ക്, ബയോട്ടിൻ അടങ്ങിയ ആഹാരം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്യാണ്ട് അവരവരുടെ ഷാമ്പു മാറ്റിയിട്ടോ അല്ലെങ്കിൽ കണ്ടീഷണർ മാറ്റിയിട്ടോ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഒരിക്കലും കിട്ടണമെന്നില്ല.